മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം. കടൽ സമ്പത്ത് വീണ്ടെടുക്കാനായി കടലോര നടത്തം സംഘടിപ്പിച്ചു. കടലിന്റെയും കടൽ വിഭവങ്ങളുടെയും സുസ്ഥിര സംരക്ഷണം ലക്ഷ്യമിട്ടുകൊണ്ട് കേരള സർക്കാർ ഫിഷറീസ് വകുപ്പ് സ്റ്റേറ്റ് ഫിഷറീസ് മാനേജ്മെന്റ് കൗൺസിലിന്റെ ആഭിമുഖ്യത്തിൽ മലപ്പുറം ജില്ലയിലെ താനൂർ മത്സ്യഭവൻ പരിധിയിൽ എളാരം ബീച്ചിൽ വെച്ചുകൊണ്ട് 13/1/2026 ചൊവ്വാഴ്ച വൈകുന്നേരം 3 മണിക്ക് കടലോര നടത്തം സംഘടിപ്പിച്ചു. താനൂർ നഗരസഭ 32ാം ഡിവിഷൻ കൗൺസിലർ മുഹ്സിന അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ നഗരസഭ വൈസ് ചെയർപേഴ്സൺ MP അഷ്റഫ് ഉദ്ഘാടനം നിർവഹിച്ചു. ചടങ്ങിൽ കടലും കടൽ വിഭവങ്ങളുടെയും സുസ്ഥിര സംരക്ഷണത്തെക്കുറിച്ചും മാലിന്യമുക്തമായി മാറ്റിയെടുക്കേണ്ടതിനെക്കുറിച്ചും മറ്റുമായി GRFTV HSS പ്രിൻസിപ്പൽ ഭാസ്കരൻ മാസ്റ്റർ, GRFT HSS പ്രിൻസിപ്പൽ ഡോക്ടർ മുജീബ് റഹ്മാൻ T, മത്സ്യഫെഡ് പ്രൊജക്ട് ഓഫീസർ ശ്രീലക്ഷ്മി, CMFRI സീനിയർ ടെക്നീഷ്യൻ അൻസാർ P, NSS സ്റ്റേറ്റ് റിസോഴ്സ് പേഴ്സൺ ടീമംഗം മുഹമ്മദ് സക്കീർ, പൊന്നാനി കോസ്റ്റൽ പോലീസ് CPO ജിൻ ദേവ്, MES കോളേജ് പൊന്നാനിയിലെ ബിരുദ വിദ്യാർത്ഥികളായ ജിൻഷ KK, ജിഷ PM തുടങ്ങിയവർ സംസാരിച്ചു. 50-ലധികം പേർ പങ്കെടുത്ത ചടങ്ങിൽ GRFTV HSS താനൂരിലെ NSS യൂണിറ്റ് വിദ്യാർത്ഥികൾ, കടലോര ജാഗ്രതാ സമിതി അംഗങ്ങൾ, കോസ്റ്റൽ പോലീസ് പൊന്നാനി, മത്സ്യത്തൊഴിലാളി ട്രേഡ് യൂണിയൻ പ്രതിനിധികൾ, മത്സ്യത്തൊഴിലാളികൾ, അനുബന്ധ മത്സ്യത്തൊഴിലാളികൾ, താനൂർ മത്സ്യഭവൻ ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു. താനൂർ മത്സ്യഭവൻ ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസർ മുഹമ്മദ് സജീർ T സ്വാഗതം പറഞ്ഞ ചടങ്ങിന് NSS പ്രോഗ്രാം കോർഡിനേറ്ററും GRFTV HSS അധ്യാപികയുമായ സജിത S നന്ദി രേഖപ്പെടുത്തി. മീഡിയ ന്യൂസ്, തിരൂർ.